ഇന്നത്തെ ചിന്താ വിഷയത്തിനായിട്ട് നമുക്കൊരു ഭാഗം വായിക്കാം. യെഹെസ്കേൽ 37:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ വാക്യം 1: യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? യെഹെസ്കേൽ പറയുകയാണ്, യഹോവയുടെ കൈ എൻ്റെ മുകളിൽ വന്നു എന്നെനിക്കറിയത്തില്ല. തുടക്കം മുതൽ ദൂതുകളുടെ പ്രവാഹമായിരിക്കും. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് കയറി വരുന്നൊരു ദൈവശക്തിയുണ്ട്. എനിക്കപ്പോൾ അറിയാം ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു. കാരണം ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇത് പ്രസംഗിക്കാൻ പറയുന്നത്. ഇന്നലെ വരെ പ്രസംഗിക്കാൻ പറഞ്ഞത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 6 മണിക്ക് ഇത് പറയാൻ ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. വിശ്വസിച്ച് നല്ലപോലെ കരങ്ങൾ തട്ടി എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യെഹെസ്കേൽ പറയുന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്നൊരു ദൂത് പറയാം. ആത്മാവ് നടത്തിക്കുവാൻ ആത്മാവിന് ആരുടെ മുകളിൽ ഏതെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മുകളിൽ ദൈവത്തിൻ്റെ കൈ ഇറങ്ങി വരും. എടാ, ദൈവത്തിൻ്റെ കൈ ഇറങ്ങി വന്നാൽ ആത്മനിയോഗമുണ്ടാകും. ആത്മനിയോഗം വന്നാൽ നിന്നെ ചിലയിടത്തോട്ട് സ്വർഗം പറഞ്ഞു വിടും. അങ്ങനെ ഒരു പുറപ്പാടിൻ്റെ കാലഘട്ടമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? പുറപ്പെടുവാൻ മനസ്സ് കാണിക്കുന്ന നിന്നെ പുറപ്പെടുവിക്കുന്ന ആത്മാവിൻ്റെ പവർ അത് നിന്റെ വഴി വ്യാപരിക്കുക. എന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഇന്ന് ആത്മാവിൻ്റെ തീ ഇതിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തികളെ സ്പർശിക്കാൻ പോകുക. ഇതൊരു അസാധാരണമായ മീറ്റിംഗായി സ്വർഗം മാറ്റാൻ പോകുക. ഇന്ന് രോഗികളെ സ്വർഗം സൗഖ്യമാക്കാൻ പോകുക. നിന്റെ ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടി കിട്ടാൻ പോകുന്ന ദിവസമാണ്. എവിടെയൊക്കെ ശത്രു നിന്നെ കുരുക്കിയോ, എവിടെയൊക്കെ ശത്രു നിന്നെ തടഞ്ഞോ, എവിടെയൊക്കെ നിന്റെ തലമുറയെ കെട്ടിയോ, ആ കെട്ടിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ അകത്തോടെ തീ പോലെ അത് ഇറങ്ങി വന്ന് ആ ചണക്കയറിനെ പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഓരോ ശക്തിയോടെ കരമടിച്ച് ഒരു വലിയൊരു കൂട്ടം ശിംശോനെ പിടിച്ചങ്ങ് കെട്ടി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുതിയ 2 കയറിട്ട് കെട്ടി. ശത്രുവിൻ്റെ പരിപാടിയാ. 2 പുതിയ കയറിട്ട് അങ്ങോട്ട് കെട്ടി. എന്നിട്ട് ഫെലിസ്ത്യൻ്റെ മുമ്പിൽ കൊണ്ടിട്ടു. അടുത്ത സമയത്ത് തകരാൻ പോവുക. സ്തോത്രം. കൈ കെട്ടി വച്ചിരിക്കുക ശത്രുക്കൾ. ശത്രുവിൻ്റെ മുമ്പിൽ കിടക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആത്മാവ് തീ പോലെ ആ ചണക്കയറിനെ കത്തിച്ചു കളഞ്ഞു. ആ കയറിനെ ചണക്കയറ് പോലെ കത്തിച്ചു കളഞ്ഞു. ഇന്ന് പാൽക്കാലം ശത്രു എത്ര വലിയ കെട്ട് നിന്റെ കുടുംബത്തിന് ഇട്ടിട്ടുണ്ടെങ്കിലും തലമുറയുടെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി അതിനെ കത്തിക്കാൻ പോകുന്ന പാൽക്കാലം എന്ന് പറയും. ഇന്ന് ചിലത് പൊട്ടും. എന്ന് ആത്മാവ് ചിലതിനെ കത്തിക്കും. ഞാൻ ആത്മബലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് ചിലത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഈ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയാ. ഇന്ന് ഞാൻ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശത്രു കെട്ടിയ കെട്ട് ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി അതൊരു ചണക്കയറ് പോലെ അത് പൊട്ടിപ്പോട്ടെ. ഇന്ന് പാൽക്കാലം എവിടൊക്കെ തലമുറ ബന്ധിച്ചു വച്ചിട്ടുണ്ടോ ആ ബന്ധനത്തിന്റെ കയറ് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോട്ടെ. സ്തോത്രം. കേട്ടോണേ, ആത്മാവ് നടത്തി ഒരു താഴ്വരയിൽ കൊണ്ടു നിർത്തി. ആ താഴ്വരയിൽ അസ്ഥി കഷ്ണങ്ങൾ കൂനം കൂട്ടിക്കിടന്നു. ഹല്ലേലൂയ. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വാരം. എൻ്റെ സ്വർഗമേ, എൻ്റെ പിതാവേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ യെഹെസ്കേൽ നിന്റെ നാവല്ലേ? അവരുടെ പ്രവാചകനല്ലേ? ഇത്രമാത്രം ഭയാനപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്തിനാ കർത്താവ് യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയത്? വേറെ എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു കർത്താവേ. കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, വെയിറ്റ്. തുടക്കം സുഖകരമല്ലെങ്കിലും അവസാനം ഞാൻ അവന് വേണ്ടി ഒരു ശുഭകാലം ഉണർത്തും. സ്തോത്രം പറ. ഞാൻ നടത്തിക്കൊണ്ട് നിർത്തിയത് താഴ്വാരത്തിലാണെങ്കിലും
ഈ താഴ്വാരത്തിന്റെ അകത്തിട്ട് യെഹെസ്കേലിനെ പണിതു വെക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. അവന്റെ മുകളിൽ കിടക്കുന്ന പ്രവചനത്തിന്റെ തീക്ഷ്ണമായ ആ പ്രവചനത്തിന്റെ ആത്മാവിനെ ഈ താഴ്വാരത്തിലിട്ട് ഞാൻ ഉയർത്തും. അവന്റെ പ്രവചനത്തിന്റെ ആത്മാവിനെ ഞാൻ കത്തിക്കാൻ കണ്ടെടുത്തിരിക്കുന്ന ലൊക്കേഷൻ ഈ താഴ്വരയാ. ദൈവാത്മാവ് നടത്തുന്നവരാണോ? നീ ചെന്ന് നിൽക്കുന്ന ലൊക്കേഷൻ ഭയങ്കര മോശമായിരിക്കും. ഒരു സ്തോത്രം പറ. നീ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ലൊക്കേഷൻ ആവില്ല നീ ചെന്ന് നിൽക്കുന്നത്. നീ പാസ്റ്ററായിരിക്കാം, അല്ലെങ്കിൽ നീ ഒരു പ്രവാചകനായിരിക്കാം, ഡസന്റ് മാറ്റർ. എവിടെയാണ് ദൈവം നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ഒരുക്കി വച്ചിരിക്കുന്നത്, ആ സ്ഥലത്തെത്തുമ്പോൾ ആത്മാവ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കും. ആത്മാവ് ചിലരെ നടത്തുന്നത് ദൈവത്തെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ എത്തുന്ന വരെ ആത്മാവ് അവനെ തള്ളിക്കൊണ്ടേയിരിക്കും. ആ ലൊക്കേഷനിൽ ചെന്ന് വീണാൽ നിന്നെ ആള് മാറ്റിയവനെ പോലെ സ്വർഗം ഉയർത്തും. സ്തോത്രം. അല്പം മുമ്പ് ജെയിംസ് ബ്രദർ പറഞ്ഞില്ലേ, ദൈവം ഒരുക്കി വെച്ചിരുന്ന ലൊക്കേഷൻ ആ ആക്സിഡന്റ് പോയിന്റ് ആണ്. സ്തോത്രം. ആത്മാവിന്റെ നടത്തിപ്പുള്ളത് കൊണ്ടാ സ്വർഗം നിന്നോട് സംസാരിച്ചത്. ഒരു അപകടം വരാൻ പോകുന്നുവെന്ന് ആത്മാവ് നിന്നോട് കൽപ്പിച്ചതാ. കാരണം സ്വർഗത്തിന് ആ പോയിന്റിൽ കൊണ്ടിട്ട് നിന്നെ പണിയണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിച്ചാലും ആ ലൊക്കേഷൻ മാറിപ്പോവില്ല. ഹല്ലേലൂയ. നമുക്ക് തോന്നും, അയ്യോ പ്രാർത്ഥിച്ചിട്ടും എന്താ ഇങ്ങനൊന്ന് സംഭവിച്ചത്. എന്ത് യോഗ്യത നമുക്ക് ചോദിക്കാൻ? ഇന്ന് ദൈവരാജ്യത്തോട്ട് കടന്നു വന്നവൻ പലതും മരണം മുന്നിൽ കണ്ടവരും കടഭാരത്താൽ ആത്മഹത്യക്ക് ഇറങ്ങിയവരും ഒക്കെ തന്നെയാണ് ഇന്ന് മൈക്ക് പിടിച്ച് നിൽക്കുന്നത്. സ്തോത്രം. ദൈവം ഒരുക്കുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞുതരാം. ആർക്കും പറയാൻ പറ്റത്തില്ല അതിൻ്റെ അകത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് അവരാണ് അല്ലെങ്കിൽ ഇവരാണ്, ഞാൻ ഇങ്ങനെ ബ്രേക്ക് പിടിച്ചതുകൊണ്ടാണ്, ഞാൻ വണ്ടി ഇങ്ങനെ വളച്ചത് കൊണ്ടാണ്. ഒറ്റ പറയിപ്പിക്കത്തുള്ള ലൊക്കേഷനിട്ട് എൻ്റെ യേശു എന്നെ നടത്തി, എൻ്റെ യേശു എന്നെ താങ്ങി. എടാ, നിന്നെ തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇന്നെന്നെ മീഡിയയിൽ കൂടെ കാണുന്നവർ, എന്നെ ശ്രദ്ധിക്കുന്നവർ, നിന്റെ യാത്ര സുഖകരമല്ലയോ? അപ്രത്യക്ഷമായി എന്തെങ്കിലും സംഭവിച്ചോ? അത് ഉണർവിന്റെ കാലമാണെന്ന് സ്വർഗം ഇൻഡിക്കേഷൻ തരികയാ. ഉണരാൻ സമയമായി. ജീവിതത്തിൻ്റെ അകത്ത് ചില നിരാശകൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ജീവിതത്തിൻ്റെ അകത്ത് അപകടങ്ങൾ കയറി വരുമ്പോൾ, ജീവിതത്തിൻ്റെ അകത്ത് കടഭാരം കയറി വരുമ്പോൾ ദൈവം വ്യക്തമായി നിന്നോട് സംസാരിക്കുകയാണ്. ഉണരുവാൻ കാലമായി, ഉണരുവാൻ കാലമായി. എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ഒത്തിരി പ്രതിസന്ധിയിലല്ലേ അമ്മാമ്മയച്ചായ? തലമുറ ഒരു വലിയ പ്രശ്നമല്ലയോ? നിന്റെ ബിസിനസ് ഒരു വലിയ പ്രശ്നമല്ലയോ? ആണോ അല്ലയോ? അതെ, സമ്മതിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഉണരുവാൻ സമയമായെന്ന് നിന്നോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുക. ഉണർന്ന് കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒന്ന് ഉണർന്ന്, പഴയതുപോലല്ല ഉറക്കം തൂങ്ങിയ ഒരു ആത്മീയ ജീവിതമല്ല, ആത്മാവിൽ കത്തുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവിന് വേണ്ടി എത്ര പേര് ഹൃദയം കൊണ്ട് സന്തോഷത്തോടെ ഇത് ഏറ്റെടുക്കുന്നുണ്ട്. അവർ കാട്ടിയാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോണേ, യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയത് ഒരു താഴ്വാരത്തിൽ, ഒട്ടും സുഖകരമല്ല. അത് മാത്രമല്ല, താഴ്വരയുടെ നടുവിൽ അസ്ഥികൾ കൊണ്ട് താഴ്വാരം നിറഞ്ഞിരുന്നു. ഭയപ്പെടുത്തുന്ന ലൊക്കേഷൻ, ഭയപ്പെടുത്തുന്ന അവസ്ഥ. എന്നെ ഇവിടെ കേൾക്കുന്നവർക്ക് ഭയമുള്ളവരാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഭയമുള്ളവരുണ്ടോ? ആത്മാവ് പറയുന്നു, ഇന്ന് ആ ഭയത്തിൻ്റെ ദുരാത്മാവിനെ പൊട്ടിക്കോ. ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പേ എന്നെ സ്ക്രീനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ചിലർ ഉറക്കമില്ലാതെ ഭയന്നിരുന്ന് നേരം വിളിപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം വരെ നീ കാതോട് ചേർത്തിരുന്നാൽ, കേട്ടിരുന്നാൽ, ആ ഭയത്തിൻ്റെ ദുരാത്മാവിനെ സ്വർഗം പൊട്ടിക്കും. ഹല്ലേലൂയ. ആകെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ആമേൻ. ഒറ്റ അർത്ഥമേ ഉള്ളൂ.
അഭിഷേകമുള്ളവനെ, ആത്മനിയോഗമുള്ളവനെ നടത്തുന്നത് പട്ടുപർവ്വതാനിയിലോട്ടല്ലോ, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ഭയപ്പെടുത്തുന്ന ലൊക്കേഷനിലോട്ട് സ്വർഗം അങ്ങനെയുള്ളവരെ അയക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? നീ ഒരു സാധാരണ മനുഷ്യനല്ലോ, നീ ഒരു അസാധാരണ മനുഷ്യനെന്ന് നിന്നെ തെളിയിപ്പിക്കുവാൻ ദൈവത്തിന് ചില ലൊക്കേഷൻ ആവശ്യമാ. ഇന്ന് പാൽക്കാലം അത്തരം ചില അനുഭവത്തിലോട്ട് നിങ്ങൾ അടുക്കാൻ പോവുക. ഇതുവരെ നടക്കുന്നത് മുഴുവനും വളരെ ഭാരത്തിൽ കൂടാണെങ്കിൽ ഇതിനൊരു ശുഭകാലം വരാൻ പോകുന്നു. അടുത്തിരിക്കുന്നവർ കരം കൊടുത്തിട്ട് പറ, ഒരു ശുഭകാലം നമുക്ക് വേണ്ടി വരാൻ പോകുന്നെന്ന് പറ. ഹല്ലേലൂയ. കേട്ടോണേ, ഇനി പലരും ശ്രദ്ധിച്ചേ. ഇപ്പോൾ യെഹെസ്കേൽ എവിടെ നിൽക്കുന്നത്? ആരുമില്ലാത്ത നിർജ്ജനമായ ഒരു സ്ഥലം, ഒരു താഴ്വാരം. അവന് കാണാൻ കാഴ്ചയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒന്നുമില്ല. നിറഞ്ഞു കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ, മനുഷ്യൻ്റെ തന്നെ. അപ്പോൾ ആ താഴ്വാരത്തിൻ്റെ പ്രത്യേകത, അവിടെ മരണം മണക്കുന്ന ഒരു താഴ്വാരമാണ്, മരണം കുടിയിരിക്കുന്ന ഒരു താഴ്വാരമാണ്. സ്തോത്രം. ഒരു പ്രവാചകനെ ആത്മാവ് നടത്തി അവിടെ കൊണ്ടുവെത്തി. നിങ്ങൾ പറയാറില്ലേ, എനിക്ക് അഭിഷേകമുണ്ട്, ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നവരാ, എന്നിട്ടും എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നില്ലേ? അതിന് മറുപടിയാണ് ഇന്ന് പകൽക്കാലം തരുന്നത്. എടാ, നിനക്ക് അഭിഷേകം ഉള്ളത് കൊണ്ടാണ് നിന്നെ താഴ്വാരത്തിൽ സ്വർഗം കൊണ്ട് നിർത്തുന്നത്. സ്തോത്രം. അഭിഷേകമില്ലാത്തവനെ, വിളിയില്ലാത്തവനെ അത്ര ഭയപ്പെടുത്തെടുത്ത് കൊണ്ടു നിർത്തിയാൽ അവൻ ആത്മഹത്യ ചെയ്യും, അവൻ വട്ടായി പോവും. എന്നാൽ അഭിഷേകമുള്ളവൻ, ആത്മനിയോഗമുള്ളവൻ, ദൈവത്തിൻ്റെ കരം വീണവൻ എവിടെ ഇറങ്ങി നിന്നാലും അവൻ ഭയപ്പെടത്തില്ല. അവനെ ഭയപ്പെടുത്തുവാൻ ഒരു അസ്ഥി കൂമ്പാരങ്ങൾക്കും കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതിന്റെ വാക്യം 2, അവൻ എന്നെ അവരുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. ആര്? യഹോവ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്. ആമേ. അവനെ അസ്ഥിക്കൂട്ടത്തിൻ്റെ അകത്തൂടെ ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. എന്താണ് അതിൻ്റെ കാരണം? യഹോവയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തങ്ങ് വിട്ടാൽ പോരായോ? ഒന്നാമതേ ഭയമുള്ള ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ അകത്തൂടെ നിന്നിട്ട് ചുറ്റിക്കുന്നേ. സ്തോത്രം. മനസ്സിലാകുന്നതിൽ പെട്ടെന്ന് പറയാം. ഞാനിവിടെ നിന്നാ താഴ്വാരം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നത് കുറേ അസ്ഥിക്കൂട്ടങ്ങൾ. പക്ഷേ അതിൻ്റെ ഭീകരത അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കണം, അതിനെ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പോഴേ ആ ഭീകരത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. ദൈവം അറിയുന്ന ഒരു മകൻ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഒരു കുടുംബം, പ്രശ്നത്തിന്റെ അകത്ത് ചെന്ന് വീണിട്ട് നിന്നെ അതിന്റെ അകത്തൂടിട്ട് അവൻ ചുറ്റി ചുറ്റി നടത്തും നിന്നെ. അത് ദൈവ പദ്ധതിയാ. ഇങ്ങനെ ഒരു പ്രശ്നം കാണിച്ചിട്ട് മാറ്റിക്കളയുന്ന ദൈവമല്ല. ആ പ്രശ്നം എത്ര രൂക്ഷമുള്ളതാണെന്ന് നീ അറിയണം, എന്നാലേ നീ തമ്പുരാനെ അറിയത്തുള്ളൂ. സ്തോത്രം പറ. എന്നോട് അടുത്ത് നിൽക്കുന്നതിനോട് ഞാൻ പറയാറുണ്ട്, ഒറ്റയടിക്കൊന്നും വന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് ഒരു സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അടുത്ത് പറയും, ഒറ്റയടിക്ക് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തു വിട്ടാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ യേശുവിനെ അറിയത്തില്ല, അവൻ പോകും. എന്നാൽ ഇവിടെ കുറേ ദിവസം വന്നാലേ യേശുവിനെ അറിയൂ. പ്രശ്നത്തിൻ്റെ അകത്തുനിന്ന് നീ ഒന്ന് ചുറ്റി ചുറ്റി നടന്നാലേ നീ ആയിരിക്കുന്ന അനുഭവം എത്ര രൂക്ഷമുള്ളതാണെന്ന് നിനക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം, അത് കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം, അങ്ങനെ നിന്നെ ഇട്ട് ചുറ്റിക്കുന്നെങ്കിൽ ഇന്ന് പൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് സാത്താന്റെ പദ്ധതിയല്ല, അത് ദൈവ നിയോഗമാ. ഓ ഓ ഓ, എത്ര പേർക്ക് പറയാൻ പറ്റൂ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് ദൈവ നിയോഗമാണെന്ന്? എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റൂ? അങ്ങനെയെങ്കിൽ ഈ ലൊക്കേഷനിലിട്ട് ഇന്ന് പൽക്കാലം സ്വർഗം നിന്നെ പണിയാൻ പോകുക. മനസ്സിലാവുന്നുണ്ടോ പാസ്റ്ററെ? അതങ്ങോട്ട് കഴിഞ്ഞില്ല, അപ്പം തന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞില്ല. ചുറ്റുമെന്നേ, ചുറ്റും. ആ ചുറ്റിയാലേ നാളെ ഒരു ശുഭകാലം വരുമ്പോൾ ആ ശുഭകാലത്തിൻ്റെ ഡോറ് തുറന്നു തന്നത് ദൈവമാണെന്ന് നീ സമ്മതിക്കത്തുള്ളൂ.
അല്ലെങ്കിൽ പറയും എൻ്റെ പൊളിറ്റിക്സിൻ്റെ പിടിബലം, എൻ്റെ സമ്പത്തിൻ്റെ പിടിബലം, എൻ്റെ ആരോഗ്യം, എൻ്റെ വിദ്യാഭ്യാസം, ഇത് മുഴുവനും അടച്ചു കളയും സ്വർഗം. അത്തരം വാമൊഴികളെ അടച്ചിട്ട് അതിൻ്റെ അകത്തൂടൊരു ശബ്ദം പുറപ്പെടുവിക്കും. എന്താണത്? എത്ര വലിയ പ്രശ്നത്തിനകത്തുനിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ ഉലകത്തിൽ ഒന്നേ ഉള്ളൂ, അവൻ്റെ പേര് യേശുവാണെന്ന്. എന്നെ കേൾക്കുന്നവർ ഒത്തിരി പ്രശ്നത്തിനകത്ത് കിടന്ന് ചുറ്റുകയാണോ? അത് സാത്താനല്ല നിന്നെ ചുറ്റിക്കുന്നത്, അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. കാരണം ആത്മാവ് നിന്നെ നടത്തിക്കുന്നു. ആത്മാവിൻ്റെ നടത്തിപ്പുള്ളവൻ്റെ യാത്ര സുഖകരമല്ല, പക്ഷേ ഇതിനൊരു അന്ത്യമുണ്ട്, ഒരു ശുഭകാലമുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ നല്ലപോലെ ചേർത്തടിച്ച് എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ചുറ്റി നടന്നപ്പോൾ യെഹെസ്കേൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു എന്ത്? അസ്ഥികൾ. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അസ്ഥിയെ കണ്ടുള്ളൂ, പക്ഷേ തമ്പുരാൻ അവനെ അതിനകത്തോടെ നടത്തിയപ്പോൾ എത്രമാത്രം അസ്ഥി അവിടെ ഉണ്ട് എന്ന് അവന് മനസ്സിലായി. ഹല്ലേലൂയ. അതിനുശേഷം പറയുകയാണ്, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. സ്തോത്രം. ആ എല്ലിൻ കഷ്ണങ്ങൾ ഉണങ്ങി ദ്രവിച്ച് പൊടിയാറായി. ഇവിടെ നിന്നോട് ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശത്രു നിന്റെ സ്വപ്നത്തെ കരിച്ചു കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ മുകളിൽ ജീവൻ്റെ ആവരിക്കാൻ പോകുക. ഓ, വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. വിശ്വസിക്കുന്നവർ മാത്രമേ. ഞാൻ ഇവിടെ നിന്നുകൊണ്ടൊരു തമാശ പറയുകയല്ല. തമാശ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ സന്തോഷിപ്പിക്കാൻ കൈയടിക്കരുത്. വിശ്വസിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ സ്വപ്നങ്ങൾ ഉണങ്ങിപ്പോയെങ്കിൽ അതിനെ വളർത്തിയെടുക്കുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ പറ, ആമേൻ പറ. അപ്പോൾ യെഹെസ്കേലിനെ ചുറ്റിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? യെഹെസ്കേലിന് അറിയണം, ഞാൻ നിൽക്കുന്ന എൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുത്താൻ ഇനി ആർക്കും കഴിയത്തില്ല. ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങളെ പോലും ഒരു ഡോക്ടർമാർക്കും ഒന്നും ചെയ്ത് ജീവൻ കൊടുക്കാൻ കഴിയില്ല. എൻ്റെ സ്വപ്നങ്ങൾ മുഴുവനും കരിഞ്ഞുപോയി, എൻ്റെ ബിസിനസ് മുഴുവനും കരിഞ്ഞുപോയി, എൻ്റെ ആരോഗ്യം കരിഞ്ഞുപോയി. തീർന്നെന്ന് പറയാൻ വരട്ടെ, നിനക്കൊരു ശുഭകാലമുണ്ട്. തീർന്നെന്ന് പറയാൻ വരട്ടെ, ചത്തതിനെ ജീവിപ്പിക്കുന്ന ഒരു ആത്മീക അഭിഷേകം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഓ ഓ ഓ കരങ്ങളടിച്ച്, കാര്യങ്ങൾ നല്ലപോലെ ശക്തിയോട് ചേർത്തടിച്ച് വിശ്വസിക്കുന്നവർ മാത്രം. നിന്റെ തലമുറയുടെ ഭാവി കരിഞ്ഞുപോയോ? സ്വർഗം അതിനെ ഉയർത്താൻ പോകുന്നു, കരിഞ്ഞുപോയതിനെ വളർത്താൻ പോകുന്നു. ഓ, കണ്ടോ? അവസ്ഥകൾ മുഴുവനും യെഹെസ്കേലിന് ഭാരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ അവസ്ഥകൾ. ഇതിൻ്റെ അകത്തന്നെ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. ഒരു വല്ലാത്ത ലൊക്കേഷൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയമക്കളെ, ആത്മാവ് നടത്തുന്നവരാണെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ടാകട്ടെ. പറ്റുമോ നിങ്ങൾക്ക്? ഒരു പ്രശ്നത്തിനെ നിന്നെ സന്തോഷമാക്കി മാറ്റാൻ എന്ത് നിനക്ക് കഴിയുന്നു? അന്നാണ് നിന്റെ ഒരു ആത്മീക മനുഷ്യൻ പുറത്തു വരുന്നത്. ബാങ്ക് ബാലൻസ് 0 ആയിട്ട് കിടക്കുമ്പോൾ നീ ഇന്നത് ചെയ്യുമെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ആത്മീക മനുഷ്യൻ സ്ട്രോങ് ആണ്. സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്നവർ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. കരം കൊടുത്തിട്ട് പറ, ദൈവാത്മാവ് കൊടുക്കുന്നവർ നടത്തുന്നവർ ഏത് പ്രതിസന്ധിക്കകത്ത് അവർ സ്ട്രോങ് ആയിരിക്കും. ഹല്ലേലൂയ, ആമേൻ. അതിന്റെ വാക്യം 3, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു. വെരി ഗുഡ്. തമ്പുരാൻ ഇത്രയും പ്രശ്നത്തിനകത്ത് കൊണ്ട് ഇട്ടതും പോരാ, അതിൻ്റെ അത് ചുറ്റി നടത്തിച്ച് അസ്ഥിക്ക് യാതൊരു കാരണവശാലും ജീവൻ വരാൻ വഴിയില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുക, എടാ കുഞ്ഞെ, ഇത് ജീവിക്കുമോ? യെഹെസ്കേലേ, ഈ അസ്ഥി ജീവിക്കുമോടാ? നിങ്ങളാണെങ്കിൽ എന്താ പറയും? കർത്താവേ, കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ
നടക്കത്തില്ല, ഇത് ജീവിക്കത്തില്ല, ഒരു സാധ്യതയില്ല. അത്തരമൊരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അതേ പറയൂ. സ്തോത്രം. അല്ല നിങ്ങൾ പറയുമ്പോൾ യേശു വന്നതിനെ ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ യഹസ്കേലേ, ഈ താഴ്വാരം നീ കണ്ടല്ലോ, ഈ അസ്ഥിയുടെ അവസ്ഥ നീ കണ്ടല്ലോ, ഇത് ജീവിക്കുമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് അവൻ കൊടുത്ത മറുപടി, കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വന്നത്? കർത്താവ് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവേ നീ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ വിചാരിക്കും ചാവുമോ ജീവിക്കുമോ എന്ന് നിനക്കറിയാം. എനിക്കങ്ങനെ അറിയുന്നേ അതല്ലേ. ഇതിന് ജീവൻ വെക്കുമോ ഇല്ലയോ എന്ന് നിനക്കറിയാം. അത് നിൻ്റെ എനിക്കൊന്നും അറിയില്ല, എനിക്കങ്ങനെ അറിയുന്നേ. ഇതല്ലേ നമ്മൾ പറയുന്നേ. പക്ഷേ അതല്ല യഹസ്കേൽ പറഞ്ഞത്. ഇത് ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യഹസ്കേൽ പറയാ, നിനക്കറിയാം. അതിന്റെ അർത്ഥം ഇതിനെ ജീവിപ്പിക്കാൻ നിനക്കറിയാം. എടാ, ഒരു ആത്മീകന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോസിറ്റീവാ. ദൈവാത്മാവ് നടത്തുന്നവൻ പോസിറ്റീവ് പറയും. പ്രശ്നം ചത്തു, പ്രശ്നം അസ്ഥിയായി ഉണങ്ങി ജീവിക്കുമോ പറയണം, തമ്പുരാനെ നിനക്കറിയാമല്ലോ ഇതിനെ എങ്ങനെ ജീവിപ്പിക്കാമെന്ന്. ഹല്ലേലൂയ. മനസ്സിലായോ? യഹസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ കുഞ്ഞേ? യഹസ്കേൽ കൊടുത്ത മറുപടി, കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പറട്ടെ, ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചെന്താണെന്നറിയോ? ഇവൻ്റെ മനോഭാവം ദൈവത്തിന് അറിയണം. നിന്റെ യഥാർത്ഥമായ ഒരു ആത്മീകൻ എന്താണെന്ന് അറിയണമെങ്കിൽ അതുപോലൊരു പ്രശ്നത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നിന്റെ വാ പ്രസ്താവിക്കപ്പെടുമ്പോൾ അറിയാം നിന്റെ അകത്ത് കിടക്കുന്ന ആത്മീക മനുഷ്യനാണോ അല്ലയോ എന്ന്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ദേശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവാചകനെ വിളിച്ച് അസ്ഥിയുടെ താഴ്വാരത്തിൽ കൊണ്ടു നിർത്തി അസ്ഥിയുടെ ജീർണാവസ്ഥ അവനെ കാണിച്ചു കൊടുത്തിട്ട് ഒറ്റ ചോദ്യം, ഇത് ജീവിക്കുമോ? അവൻ പറഞ്ഞു, നിനക്കറിയാം. ഇതിനെ ജീവിപ്പിക്കുന്ന പരിപാടി നിന്റെ കയ്യിലായിരിക്കുന്നത്. ഇതെങ്ങനെ ജീവിപ്പിക്കണം എന്ന് നിനക്കറിയാം. സ്തോത്രം. തമ്പുരാനങ്ങ് ഇഷ്ടമായി. അതല്ല അവൻ നെഗറ്റീവ് പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞേനെ, ബൈ ബൈ, യു ക്യാൻ ഗോ ബാക്ക്. കാരണം നീ എനിക്ക് യോഗ്യനല്ല, എൻ്റെ ജോലി ചെയ്യാൻ നീ എനിക്ക് യോഗ്യനല്ല. ഒരു പ്രശ്നം വരുമ്പോൾ നെഗറ്റീവ് പറഞ്ഞാൽ നീ എനിക്ക് യോഗ്യനല്ല. സ്തോത്രം. പക്ഷേ നീ എന്താ പറഞ്ഞത്? എല്ലാം എനിക്കറിയാവുന്നല്ലേ? അതെ, കറക്റ്റ്. യഹസ്കേലേ, ഈ അസ്ഥിയെ ഉണ്ടാക്കിയവൻ ഞാനാണെങ്കിൽ അതിന് ജീവൻ കൊടുക്കാൻ എനിക്കറിയാം. നീ പറഞ്ഞത് സത്യമാണ്. സ്തോത്രം, സ്തോത്രം. പക്ഷേ എൻ്റെ അകത്ത് തീ പോലെ ഇറങ്ങിയൊരു സംഭവമുണ്ട്. ഇതെനിക്കറിയാം. അതുകൊണ്ട് അസ്ഥി കഷണം മുകളിൽ കൈവച്ചിട്ട് ഇത് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിപ്പിച്ച് യഹസ്കേലിനെ കാണിച്ചില്ല ദൈവം. സ്തോത്രം പറ. യഹസ്കേലേ, എനിക്കറിയാം. നീ പറഞ്ഞല്ലോ നിനക്കറിയാമെന്ന്. യെസ്, എനിക്കറിയാം. പക്ഷേ ആ അറിവ് ഞാൻ നിനക്ക് പകർന്നു തന്ന നിന്നെ കൊണ്ട് ഞാൻ ആസ്തികളെ എഴുതാപ്പിക്കും. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എടാ, തമ്പുരാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നസ്രത്തുകാരനാ നമ്മുടെ യേശു എന്ന് പറയുന്നത് എത്ര പേർക്ക് അഭിമാനമുണ്ട്? അവരെ കരങ്ങൾ തട്ടി എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗമൊക്കെ എൻ്റെ റൂമിൽ നിന്ന് വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങുക. എന്നെ അധികാരമാണ് ദൈവം എനിക്ക് തന്നേക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അസ്ഥിയെ ജീവിപ്പിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നെന്ന്. ആർക്ക്? വിശ്വസിക്കുന്ന നിനക്ക്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇപ്പം എന്നോട് ദൈവം ഒരു കാര്യം പറയുകയാണേ, ഈ യാത്ര, ഞാൻ ഇങ്ങനൊരു യാത്ര അനുവദിച്ചത്
ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിനെ പറഞ്ഞു വിട്ട് ഇവനെ താഴ്വരെ ഞാൻ കൊണ്ടുവന്നത്. ഇവൻ്റെ മനോഭാവം എനിക്ക് വ്യക്തമായി ഒന്ന് അറിഞ്ഞിട്ട് ഇവൻ്റെ യാത്ര ശുഭകരമാക്കി ഇവനെ എനിക്ക് പറഞ്ഞു വിടുവാൻ ഞാൻ ഒരുക്കിയ ഒരു ലൊക്കേഷനായത്. എനിക്കറിയത്തില്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ചില ലൊക്കേഷനുകൾ നിനക്ക് വേണ്ടി മുമ്പിൽ അത് തെളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, നീ ചില വിഷയത്തിൻ്റെ മധ്യത്തിൽ കിടന്ന് ചുറ്റി 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 നിലവിളിക്കുകയാണെങ്കിൽ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ചു പറ, തമ്പുരാനേ, എൻ്റെ അവസ്ഥയെ ജീവിപ്പിക്കാനുള്ള കാര്യം നിനക്കറിയാം. സമ്മതിക്കാൻ പറ്റുമോ? സമ്മതിക്കാൻ പറ്റുമോ? സ്തോത്രം. എന്നെ വിളിച്ച് പലരും ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ ആത്മാവിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയും, പാസ്റ്ററെ അതിന് കുഴപ്പമില്ല, നമുക്കവിടെ ആളുണ്ട്. എടാ, സമയത്ത് ഒരൊറ്റ ആൾ നിനക്ക് പ്രയോജനപ്പെടത്തില്ല. സമയത്ത് ഒരുവനും നിനക്ക് പ്രയോജനപ്പെടത്തില്ല. നീ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് അഗസ്ത്യാലേ, നിന്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് താഴ്വാരങ്ങളിൽ നീ കടന്നു പോകേണ്ടിയവനാ. എൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് താഴ്വാരങ്ങളിലിട്ട. ഈ താഴ്വാരം നിനക്ക് ഞാൻ തരുന്ന ട്രെയിനിങ്ങാ. നീ ഇവിടുന്ന് അഭിഷേകം പ്രാപിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഇതുപോലെ അനേക അവസ്ഥകൾ നിന്റെ മുമ്പിൽ വന്നാലോ, അവസ്ഥയെ നോക്കി പ്രവചിക്കാനുള്ള പ്രവചനത്തിന്റെ അഭിഷേകം നിന്റെ മുകളിൽ ഇട്ടുതന്ന് നിന്റെ യാത്ര ഞാൻ ശുഭകരമാക്കാൻ പോകുക. ഓ, മനസ്സിലായവർ കരങ്ങൾ നല്ലപോലെ ചേർത്തടിച്ച്, മനസ്സിലായവർ മാത്രം കരങ്ങൾ നല്ലപോലെ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ ആദ്യമേ വിചാരിച്ചു കർത്താവ് ഇപ്പം ഇതിനെല്ലാം എഴുന്നേൽപ്പിക്കുന്നു. പക്ഷേ യഹോവയായ ദൈവം ഒന്നും ചെയ്തില്ല. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ പ്രവചിക്കുക, നീ പ്രവചിക്കുക. സ്തോത്രം. നീ പ്രവചിക്കുക. എടാ, ഇവിടെ ഇരിക്കുന്ന മൊത്തം യെഹെസ്കേലാ. എടാ, നിനക്ക് പ്രവചിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ, ഓ, ചത്തത് നീ തന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ ജീവിതത്തിൽ ശത്രു ചിലതിനെ തകർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. നീ അതിനെ നോക്കി പ്രവചിച്ചാൽ ശത്രു കൊന്ന പലതും ജീവനോടെ എഴുന്നേക്കും. നിന്റെ മുമ്പിൽ എഴുന്നേക്കും. നിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ എഴുന്നേക്കും. ഹല്ലേലൂയ. യഹോവ പറയുകയാണ്, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കാം. പറ്റുമോ? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നിങ്ങളുടെ ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥകളൊന്നും കണ്ടേ? ഉറപ്പ് തലമുറ, നിന്റെ സാമ്പത്തികം, നിന്റെ ആരോഗ്യം, സ്തോത്രം, നിന്റെ ജോലി മേഖലകൾ, നിന്റെ ബിസിനസ് ഉണങ്ങിക്കിടക്കല്ലേ? എന്നെ മീഡിയയിൽ കൂടെ കേൾക്കുന്നവർ ഉണങ്ങിക്കിടക്കുകയല്ലേ? ഈ പറഞ്ഞത് ഏതൊക്കെയോ കാര്യങ്ങൾ ഉണങ്ങിക്കിടക്കുകയല്ലേ? എന്നാൽ യഹോവയായ ദൈവം ഇന്ന് അതിനെ ഉണർത്തുവാൻ നിന്നോട് പറയുന്നു, നീ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടി വായെടുത്ത് പ്രവചിച്ചാൽ ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്കകത്ത് ദൈവശക്തി ഇറങ്ങും. ചത്ത് കിടക്കുന്നത് മുഴുവനോ ജീവനോടെ എഴുന്നേക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രവചിക്കാൻ പറ്റും? പാസ്റ്ററെ, ഞങ്ങൾ ബൈബിളൊന്നും പഠിച്ചിട്ടില്ല പാസ്റ്ററെ. എങ്ങനെ പാസ്റ്ററെ പ്രവചിക്കുന്നേ? പ്രവചനത്തിൻ്റെ ആത്മാവിനെ എനിക്ക് കിട്ടിയിട്ടില്ല പാസ്റ്ററെ. അങ്ങനെ ആൾക്കാരൊക്കെ പ്രവചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രവചനം എന്തുവാണെന്നറിയോ? നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന പോസിറ്റീവ് വാക്കുകളാണ് പ്രവചനം. ഒരു സ്തോത്രം പറ. നിന്റെ വായിൽ കൂടെ പോകുന്ന നെഗറ്റീവ് വാക്കുകൾ അത് ശാപമാണ്. നടക്കത്തില്ലെന്ന് നിന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞാൽ അത് നടക്കത്തില്ല. എന്നാൽ നീ ഒന്ന് പ്രവചിച്ച, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മകളുടെ ഈ കാര്യം നടക്കും, അത് നടന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജോലി മേഖലയിൽ ഈ അത്ഭുതം നടക്കും, നടന്നിരിക്കും. സ്തോത്രം. കർത്താവ് പഠിപ്പിക്കുന്നു, നാവെടുത്ത് പ്രവചിക്കുക. യഹോവയായ ദൈവം അസ്ഥികളോട് പറഞ്ഞതല്ല, യെഹെസ്കേലിനോട് പറയിപ്പിച്ച് പ്രവചിപ്പിക്കുക. എന്താണ് ആദ്യം പറഞ്ഞത്? നീ ഉണങ്ങിയ അസ്ഥികളെ നോക്കി ജീവിക്കാൻ വേണ്ടി പ്രവചിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തുമെന്ന് പ്രവചിക്കണം. ഓ, പറ്റുമോ? പറ്റുമോ നിങ്ങൾക്ക് ഇങ്ങനെന്ന് പ്രവചിക്കാൻ? നിന്റെ തലമുറയുടെ മുകളിൽ കൈവച്ച് ഇങ്ങനെന്ന് പ്രവചിക്കാൻ പറ്റുമോ? നിന്റെ പ്രശ്നത്തിന് മുകളിൽ കൈവച്ച് ഇങ്ങനെന്ന് പ്രവചിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ ജീവനോടെ എഴുന്നേൽക്കട്ടെ എന്ന് പ്രവചിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം,
നിങ്ങൾ ഇതിനകത്തൊരു മടുപ്പിക്കുന്ന ശത്രുവിൻ്റെ ഒരു പരിപാടിയുണ്ട്. ഈ പ്രസംഗമൊക്കെ കേട്ട് ആ ചൂട് കേട്ടിട്ട് ചെന്നിട്ട് ആ ഡേകളെ തലേ കൈ വെച്ച് പ്രവചിക്കും, ഒന്നും നടന്നെന്ന് വരത്തില്ല. ഹല്ലേലൂയ. രണ്ടാമതൊന്ന് നോക്കി, അത് നടന്നില്ല. കുഞ്ഞെ, വിശ്വാസത്താൽ വീണ്ടും വീണ്ടും നീ അത് ചെയ്താൽ 10ാമത്തെ വട്ടം ഒരു ശുഭകാലം നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് പലരും എന്നോട് പറയുന്നുണ്ട്, പാസ്റ്ററേ അന്നത്തെ പ്രസംഗം കേട്ട് ഞങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്നും നടന്നില്ല. ഞാനപ്പോൾ അവരോട് പറയാം, എൻ്റെ പൊന്നു സിസ്റ്ററെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നല്ല നടക്കായിരുന്നോട്ടുള്ളൂ. ഞാൻ 1000 എണ്ണം പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, 1001ാമത്തേതാണ് നടന്നത്. സ്തോത്രം. ദൈവം നോക്കുന്നത് നിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. നിന്റെ മനോഭാവത്തെയാണ്. ഇതിപ്പോൾ ഒരു പക്ഷേ നടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് നീ പ്രവചിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടെ, എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതിൻ്റെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കൊണ്ട് പൊതിഞ്ഞ് നിങ്ങളിൽ ഞാൻ ജീവൻ വരുത്തും. എന്താ സ്കെയില ഇത്? അസ്ഥിയുടെ താഴ്വാരങ്ങളിൽ വിറച്ചു നിന്ന മനുഷ്യൻ അവനെ വിറപ്പിച്ച അവസ്ഥയോട് പ്രവചിക്കുക, നിന്റെ ഉണങ്ങിയ അസ്ഥിയുടെ മുകളിൽ മാംസം ഞാൻ വരുത്തും. അതാ പവർ. ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കും. അതാ പവർ. അതാണ് നിന്റെ ഉറപ്പ്. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ നോക്കി യെഹെസ്കേൽ പറയുക, അസ്ഥികളെ, നിന്റെ മുകളിൽ ഞാൻ മാംസം വരുത്തും, തൊക്കുകൊണ്ട് നിന്നെ ഞാൻ പൊതിയും. ഹല്ലേലൂയ. നിന്നിൽ ഞാൻ ശ്വാസം വരുത്തും. കമോൺ, എത്ര പേർക്ക് നിങ്ങളുടെ അവസ്ഥകളെ നോക്കി ഇങ്ങനൊന്ന് പ്രവചിക്കാൻ പറ്റും? നിങ്ങൾ ഒരു പാസ്റ്റർമാരെയും വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണ്ട. പ്രവചനത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. അത് പ്രവചിക്കുവാൻ മനസ്സ് കാണിച്ചാൽ സ്വർഗ്ഗം നിന്റെ കൊണ്ട് മരിച്ചതിനെ ജീവൻ വപ്പിക്കും. ഹല്ലേലൂയ. പ്രവചനം നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പോസിറ്റീവ് വാക്കുകളാണ്. നടക്കത്തില്ലെന്ന് നീ മനസ്സിൽ പ്രതീക്ഷിച്ചാൽ നിനക്ക് എന്നോട് അത്രമാത്രം വിശ്വാസമേ ഉള്ളൂ. എന്നാൽ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന പവർ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന കാലം നിന്നിലെ പ്രവാചകൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കാറ് വരും, വീട് വരുമെന്ന് പറയുന്നതിനേക്കാളും അപ്പുറമായ പ്രവചനം നീ നിന്നോട് പ്രവചിക്കണം. അതാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ. സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മകനെ, നിനക്ക് നിന്റെ അവസ്ഥയോട് പ്രവചിക്കാൻ പറ്റിയാൽ നീയാണ് യഥാർത്ഥ പ്രവാചകൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവചിച്ചിട്ട് ഞാൻ വേറെ പാസ്റ്റർ അടുത്ത് പോയി എനിക്ക് വേണ്ടി ഒന്ന് പ്രവചിക്കുന്നു പറയുന്നതിൽ അർത്ഥമില്ല. അവളപ്പം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ അവസ്ഥയോട് പ്രവചിച്ചുകൂടാ? ഇന്ന് രാവിലെ കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. നീ അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ അനാഥരെ സൗഖ്യമാക്കുന്നു, എന്തുകൊണ്ട് നിന്റെ മുട്ടുവേദന മാറുന്നില്ല? എന്തുകൊണ്ട് നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവചിക്കുന്നില്ല? എന്ന ആത്മനിയോഗത്താൽ നടത്തപ്പെടുന്നവർ ഈ ഒരു ചിന്തയിലോട്ട് കടന്നു വരട്ടെ. ഞാൻ മറ്റുള്ളവരോട് പ്രവചിക്കുന്നത് പോലല്ല, ഞാൻ ലോകത്തിനോട് പ്രവചിക്കുന്നത് പോലല്ല, എന്നോട് പ്രവചിക്കാനുള്ളൊരു കൃപ കർത്താവേ തരണമേ എന്ന് പറയുന്നവർ കരങ്ങളൊക്കെ ഉയർത്തി സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ പ്രശ്നത്തിന് പരിഹാരം നിന്റെ നാവിലാ തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, സകല അധികാരവും നിന്റെ നാവിൽ ഞാൻ തന്നിരിക്കുന്നു. ഈ നാവ് പോസിറ്റീവായിട്ടൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇനി മേലാൽ ഞാനൊരു നെഗറ്റീവ് പറയത്തില്ല. ഒന്ന് കരമുയർത്തി പറ. എല്ലാവരും ഒന്ന് കരമുയർത്തിക്ക് പറഞ്ഞാട്ടെ, ഇനി മേലാൽ ഞാൻ നെഗറ്റീവ് പറയത്തില്ല. 5 പൈസ കയ്യിലില്ല, നാളെ എങ്ങനെ റേഷനരി വാങ്ങിക്കും? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നാളെ റേഷനരി വാങ്ങിക്കും. നിങ്ങൾ വാങ്ങിച്ചിരിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. 7 പറയുന്നത്, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. സ്തോത്രം. എടാ, പ്രവചനം ആത്മാവിലാണെങ്കിൽ ആ പ്രവചിച്ച് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് വെളിപ്പെട്ട് വരും. ഒരു മുഴക്കം അവിടെ ഉണ്ടാവും. ആത്മാവിന്റെ ആഗമനമാണ് നിന്നെ കൊണ്ട് പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവ്. അന്ന് മാളികയുടെ മുകളിൽ ഒരു കാറ്റ് പോലെ, ഒരു ശബ്ദം പോലെ, ഒരു തീ പോലെ ഇറങ്ങിയതുപോലെ